ഹായ്, നമുക്കിന്നൊരു അടിപൊളി ഓണസദ്യ കഴിച്ചാലോ. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ ഒരു ഓണസദ്യയാണ് കേട്ടോ. ആക്ച്വലി എല്ലാ കറികളും ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കറീസും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ രസത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയെടുത്തത്. ആക്ച്വലി എനിക്കിപ്പോൾ ഓണം വരുമ്പോഴേ എനിക്ക് എൻ്റെ ചൈൽഡ്ഹുഡ് ഓർമ്മ വരുന്നത്. ഞങ്ങൾ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു, എൻ്റെ വീട്ടിലായിരുന്നു, വലിയൊരു ഊഞ്ഞാലൊക്കെ കെട്ടി സൂപ്പറായിരുന്നു കേട്ടോ. അന്നത്തെ ആ ഒരു കുട്ടിക്കാലത്തെ ഓണത്തിൻ്റെ ഒരു വൈബ് ഇപ്പോൾ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് അത്രയ്ക്ക് ഇങ്ങ് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനത്തെ രസമൊക്കെ കറീസ് എല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് 2 പായസമാണേ, കടലപ്പായസവും പിന്നെ വെർമസല്ലി സേമിയ പായസവും. എൻ്റെ ഫേവറേറ്റ് കടലപ്പായസമാണ് കേട്ടോ. അങ്ങനത്തെ കടലപ്പായസമൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ ഓണം ഉണ്ടല്ലോ, ഇന്നത്തെ സദ്യ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ഞാൻ കഴിച്ചു നോക്കിയിട്ട് ആക്ച്വലി ഓണത്തിനുള്ളൊരു സദ്യ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ. അങ്ങനെ കടലപ്പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഓൾറെഡി വെർമസല്ലി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇച്ചിരി ഒരു ടൈം എടുക്കുന്ന കടലപ്പായസം ആണല്ലോ. സോ അതും കഴിഞ്ഞ് പിന്നെ ലാസ്റ്റായിട്ട് നമ്മുടെ പപ്പടവും കൂടി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ സദ്യക്കുള്ള എല്ലാ വിഭവങ്ങളും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു. സോ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരുമിച്ച് ഓണം ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാ കറികളും എടുത്ത് സെറ്റ് ചെയ്തു മാറ്റി വെച്ചു. ഇനി നമുക്ക് നേരെ സദ്യ കഴിക്കാൻ പോവാം. ഒന്ന് ഉച്ചയാകാനൊന്നും അധികം കാത്തിരുന്നില്ല. ഒരു 12:30 ആയപ്പോഴേ സദ്യ കഴിക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇലയെടുത്ത് അതിലേക്ക് നമ്മുടെ ഉപ്പേരിയും ചിപ്സും പിന്നെ അതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. സംഭവം അതെന്താണെന്ന് അറിയത്തില്ല. അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ നമ്മുടെ പൈനാപ്പിൾ മധുരമുള്ള കറി ഉണ്ടല്ലോ, കറിയും അച്ചാറും പിന്നെ ഫേവറേറ്റ് ഈ വിളമ്പിയ പുളിയിഞ്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ പൈനാപ്പിളിൻ്റെ തന്നെ വേറെ ഡിഫറെൻറ്റ് കറി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കിച്ചടി, ഓലൻ, പച്ചടി, തോരൻ, പിന്നെ എനിക്ക് അത്ര താല്പര്യമില്ലാത്ത അവിയൽ, അങ്ങനെ എല്ലാ കറികളും വെച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റായിരുന്നു നാരങ്ങയുടെ കാര്യം ഓർത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനത്തെ ഇത്രയും കറികളും പിന്നെ തൊട്ടുകറികളും പിന്നെ ബാക്കി കൂട്ടുകറികളും പപ്പടവും ചോറൊക്കെ ഇട്ട് നമ്മുടെ സദ്യ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ, ആദ്യം ഈ പരിപ്പും പപ്പടവും കൂടി കൂട്ടി സദ്യയുടെ ആദ്യത്തെ ഉരുള കഴിക്കുമ്പോഴുണ്ടല്ലോ പ്രത്യേക ടേസ്റ്റ് ആണല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പരിപ്പും പപ്പടവും കൂട്ടി ഈ ചോറ് സദ്യ കഴിക്കുന്നത്. സോ അതിനുശേഷം ബാക്കി എല്ലാ കറികളും അത് കഴിഞ്ഞിട്ട് നേരെ സാമ്പാർ കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് നമ്മുടെ കടലപ്പായസം കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം ഞാൻ പപ്പടമല്ല, എനിക്ക് കൂടുതൽ ഇഷ്ടം പഴം കൂട്ടി കഴിക്കാനായിട്ടാണ് കേട്ടോ. എനിക്ക് മധുരത്തിനോട് വലിയ താല്പര്യമില്ലെങ്കിലും എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ പെടുന്ന ഒരു പായസമാണ് കടലപ്പായസം വന്നിട്ട്. അത് മാക്സിമം കുറച്ച് മാത്രമേ ഞാൻ കഴിക്കത്തുള്ളൂ. അതിനുശേഷം നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ബോളിയും പാൽപ്പായസം വെർമസല്ലി പായസമായിരുന്നു കേട്ടോ. സോ അതും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കൂടി കഴിച്ച് പിന്നെ കുറച്ച് ചോറും പിന്നെ നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരിയും അല്പം മോരും കൂടി കൂട്ടിയിട്ട് സദ്യ കംപ്ലീറ്റ് ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് ഇപ്രാവശ്യത്തെ എൻ്റെ ഓണസദ്യ വരുന്നിട്ട്. നിങ്ങളുടെ ഓണസദ്യ എങ്ങനെയായിരുന്നു, ഓണം എങ്ങനെയായിരുന്നു കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ എല്ലാവർക്കും ഹാപ്പി ഓണം. ഈ വീഡിയോ ഇവിടെ കുറച്ച് ലേറ്റ് ആയി പോയല്ലേ, എന്നാലും ഹാപ്പി ഓണം. ബൈ.